എത്ര ദൂരമുണ്ട്? 1.5 കിലോമീറ്റർ. നമ്മൾ 5 കിലോമീറ്റർ വന്നു. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു വീൽസ് ഓൺ വൈബ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാഴവന്തോൾ എന്ന് പറയുന്ന ഒരു ട്രക്കിംഗ് സ്പോട്ടിലോട്ടാണ്. ഇത് സ്പോട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണക്കാട് എസ്റ്റേറ്റ്, ബോണക്കാടിൻ്റെയും മറ്റേ പൊന്മുടിയുടെയും ഏകദേശം അടുത്തായിട്ടുള്ളൊരു ഭാഗമാണ്. ഇത് ആക്ച്വലി അഗസ്ത്യാർകൂടം ഫോറസ്റ്റ് ട്രക്കിങ്ങില്ലേ, ആ ഒരു ട്രക്കിങ്ങിൻ്റെ ഏകദേശം ഒരു ഭാഗമായിട്ട് തന്നെ വരും. ആ ഒരു മലനിരയുടെയൊക്കെ ഒരു ഭാഗമാണിത്. ഏകദേശം അങ്ങോട്ട് എത്താറാകുമ്പോഴത്തേക്കിന് ആ വഴിയുടെയൊക്കെ ഒരു ഭംഗി മാറി നമുക്ക് മനസ്സിലാവും നല്ല രീതിയിൽ. ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് വലിയൊരു മഴയല്ല, എങ്കിലും നമുക്ക് ബൈക്ക് ഓടിച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മഴ. ചെറിയൊരു മഴയൊക്കെ പെയ്ത് നനഞ്ഞു കിടക്കുന്നുണ്ട്. ആ ട്രക്കിംഗ് സ്പോട്ടും നമ്മുടെ കാടും കാര്യങ്ങളൊക്കെ കയറുമ്പോഴത്തേക്ക് നല്ലൊരു ഭംഗിയായിരിക്കും. കാടിൻ്റെ ഭംഗി അറിയണമെങ്കിൽ ഏകദേശം മഴയത്ത് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് നമുക്ക് വേനൽക്കാലത്ത് പോകാൻ പറ്റും. വേനൽക്കാലത്ത് പോയി കഴിഞ്ഞാൽ മൃഗങ്ങളെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ കാണാൻ. ഇവിടെ എനിക്ക് തോന്നുന്നു വാഴവന്തോളൊന്നും അധികം വലിയ മൃഗങ്ങളായിട്ടൊന്നും വരാൻ ചാൻസ് ഒന്നുമില്ല. ആൾക്കാരൊക്കെ ഏകദേശം പോകുന്നൊരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള മൃഗങ്ങളോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മഴയത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് കാടിൻ്റെ ഭംഗി നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ട്രക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് അത്. എനിക്കൊന്ന് അധികം വലിയ ട്രക്കിംഗ് എന്ന് പറയാനോ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമല്ല. ഒരു 2.5 കിലോമീറ്റർ ട്രക്കിങ്ങേ ഉള്ളൂ. ഈ ട്രക്കിംഗ് കഴിഞ്ഞ് നമ്മൾ എത്തിച്ചേരുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. എന്താ പറയുക, ഒരു രക്ഷയില്ലാത്തൊരു വെള്ളച്ചാട്ടമാണ് അത്. എന്ന് വെച്ചാൽ തണുത്ത് വിറങ്ങലിച്ച് കിടക്കുന്ന വെള്ളമാണ് അവിടെ. അവിടെ പോയി കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ എനിക്കൊന്ന് ഈ നടന്നു വന്നതിൻ്റെ ക്ഷീണമോ അതിൻ്റെയൊക്കെ ആണോ എന്നറിയില്ല, പക്ഷെ ആ ഒരു വെള്ളത്തിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഭയങ്കര ഒരു ഫീലാണ്. ട്രക്കിങ്ങിൻ്റെ ആദ്യത്തെ എൻട്രൻസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ബൈക്ക് പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം ഇനി അങ്ങോട്ട് കുറച്ച് ഓഫ് റോഡാണ്. ഇവിടെ ഞങ്ങളന്ന് പോയപ്പോഴത്തേക്കുണ്ടായിരുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരാളോ 10 പേരോ അടങ്ങുന്ന ഒരു ടീം. ആ ഒരു ടീമിനൊരു ഗൈഡും കാണും. അതുൾപ്പെടെ 1200 രൂപയായിരുന്നു ഞങ്ങൾക്ക് ഫീസ് അന്ന് കോസ്റ്റ് ചെയ്തത്. അവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് നോക്കിയിട്ട് പോവുക. ചിലപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ചില സമയത്ത് അവിടെ ഓപ്പൺ ആയിരിക്കില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇനി ഫീസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യായിരുന്നെങ്കിൽ ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ എക്സ്പ്രസ് എന്ന് പറയുന്ന ആ ഒരു ബൈക്കിനോട് നമുക്കൊരു ഇഷ്ടം തോന്നുന്നത് ഇങ്ങനെയുള്ളൊരു ടെറൈനൊക്കെ വരുമ്പോഴത്തേക്കാണ്. ആ ഒരു ബൈക്ക് വരുന്നൊരു ഫീല് സത്യം പറഞ്ഞാൽ അതൊരു വേറൊരു ഫീല് തന്നെയാണ്. ഓവർ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും വരാത്തതുകൊണ്ട് നമുക്ക് വണ്ടി ഹാൻഡിൽ ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. കൂളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതുപോലെയൊക്കെയുള്ളൊരു ട്രാക്ക് വരുമ്പോഴത്തേക്ക് എക്സ്പെൽസ് വരുന്നൊരു ഫീൽ ഉണ്ടല്ലോ, എന്താ പറയുക, ആ ഒരു ബാലൻസിങ്ങും കോൺഫിഡൻസ് ഒക്കെ ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ. ഒരു 1.5 ലാഖ് അല്ലെങ്കിൽ 1.6 ലാഖിൻ്റെ ഒരു ബൈക്ക് തരുന്ന ഒരു ഫീലൊന്നും നമുക്ക് ഒരിക്കലും ഇത് പറയാൻ പറ്റില്ല.
തിരിച്ചു വരുമ്പോൾ ഇറങ്ങാം. അനാക്കോണ്ട എത്ര ദൂരം ഉണ്ട് ചേട്ടാ ഇവിടുന്ന്? ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട്? 1.5 കിലോമീറ്റർ. അതൊക്കെ ദൂരം തോന്നും. കാരണം ഈ തേരിയാണ്. തേരിയാകുമ്പോൾ ഇത് നമുക്ക് അളവ് കുറവും. ഓ, നമ്മൾ നിറഞ്ഞ പ്ലേസ് കിട്ടുന്ന അളവ് കിട്ടൂല തേരിക്ക്. അപ്പോൾ നമ്മൾ വിചാരിക്കും 5 കിലോമീറ്റർ വന്ന് തോന്നും. ആ ദൂരം തോന്നിക്കും ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ മൃഗങ്ങളുടെ അങ്ങനെ എന്തെങ്കിലും ശല്യം വല്ലതും ഉണ്ടോ? ശല്യമുണ്ട്. മൃഗം ആണ് ഏറ്റവും കൂടുതലുള്ളതും പ്രശ്നക്കാരൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് കരടി, പുലി എല്ലാം ഉണ്ട്. ചേട്ടനിപ്പോ എത്ര വർഷമായി? ഞാൻ 3 വർഷം. 3 വർഷമായി. 3 വർഷമായിട്ടൊക്കെ ഇവിടെ ആള് തന്നെ. ഇവിടെ കേടായിട്ട് വന്നിട്ട് 3 വർഷം കഴിഞ്ഞു. ഓ, എന്തായാലും എന്റെ ഷൂസിൽ പറ്റിയിട്ടുണ്ട്, കൊണ്ടുതരാം. ഷൂസിന് പറ്റിയ മൂക്കുപൊടി അവിടെ ഇരിക്കും. മൂക്കുപൊടി കൊണ്ടുവന്നു കഴിഞ്ഞാലേ മൂക്കുപൊടി മെഡിസിനും കൂടി മിക്സ് ചെയ്തിട്ട് കാലിൽ വെച്ചാൽ മതി. കേറത്തില്ല ഈ സാധനം. അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെട്ടാ പറഞ്ഞത്? പറയത്തൊക്കെ വലിയ ട്രക്കിനൊന്നുമല്ല, വൈബ് കൊള്ളാം. വൈബ് കൊള്ളാം. ഓക്കെ, അത്രേ ഉള്ളൂ. എടുക്കണോ? നീ നടയുടെ അവിടെ പോയില്ലടാ. കൂടുതൽ കുഴപ്പമില്ല. അല്ല, ഇനി ഒരുപാടുണ്ട്. വിട്ട് ഷൂലുണ്ട്. നിങ്ങളെവിടെ പോയി? ചേട്ടൻ
ചേട്ടാ ഈ അഗസ്ത്യാർ ഗുണമൊക്കെ ഇതിന്റെ ഭാഗത്താണോ? ഇങ്ങോട്ട് ഇതിൻ്റെ ഭാഗത്തല്ല. ഇപ്പോൾ ആ മോളോട്ട് റൂട്ടില്ല, അതിനാണ് ആവശ്യത്തിൽ പോണത്. അച്ചറൗണ്ട് പോകുന്നത് ഈ വഴി തന്നെ അല്ലേ പോകുന്നത്? ആ ഈ വഴി നമ്മുടെ സെപ്പറേഷൻ നടന്ന് അങ്ങോട്ട് ആ റൂട്ട്. ഓ അതിന് കയറിയിട്ട് മുകളിൽ ഒരു ഓഫീസുണ്ട്, ആ അവിടെ അങ്ങനെ വണ്ടി പോകും. അതുകൊണ്ട് മാസമെല്ലാം നോക്കിയിട്ട് അത് കയറ്റി വിടണം. നമുക്ക് ഇവിടെ ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ ബസ്, ആ ഓൺലൈനല്ലേ പറ്റത്തുള്ളൂ. ഈ ഓൺലൈനിലാണ് എടുക്കുന്ന കൂടുതൽ ആൾക്കാർ. ജനുവരി ഫെബ്രുവരി മാത്രം അല്ലേ? ഇപ്പം ആ അവിടെ സ്റ്റേ ചെയ്തിരിക്കുകയാണ് കോടതി. ട്രക്കിങ്ങോ? ഓ അവിടെ 2 വിഭാഗക്കാർ പോകുന്നുണ്ട്. മല സന്ദർശിക്കാൻ പോകുന്നവരുണ്ട്, ആ മറ്റേ ടൂർ പോണ ആൾക്കാർ. വർഷത്തിൽ അല്ല, പൂജയ്ക്കുള്ള ആൾക്കാരുണ്ട്. പൂജയ്ക്കുള്ള ആൾക്കാരെ വിലക്കുന്നുണ്ട്. പൂജയ്ക്കുള്ളൊരു പോവാം, പൂജയൊന്നും ചെയ്യാൻ ഒക്കില്ല. ഓ പോയിട്ടിങ്ങനെ വരാന്നേ ഉള്ളൂ. അപ്പോൾ അതിന് സ്ത്രീകളെ കയറ്റുന്നത് പൂജ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ആദിവാസികൾ അത്യാവശ്യം കുറച്ച് പേര് മാത്രം. കുറച്ച് പേര് കേസ് കൊടുത്തെന്ന് പറഞ്ഞു. ഓ അതിൻ്റെ കേസ് നടക്കാം. അതിനും തീരുമാനം വന്നാലേ കയറ്റുള്ളൂ. ബൈക്ക് എടുക്കുന്നു അത് കൊള്ളായിട്ടല്ല. നീ എടുത്ത് തിന്നറാകത്തില്ലേ ചവിട്ടുമ്പോ തപ്പ് വീട്ടിനകത്തില്ല അടിച്ചു കൊല്ലാൻ കിട്ടി കിട്ടി. ഒരുപാട് ആനകളുണ്ട് അങ്ങനെ ഒരുപാടുണ്ട്. ഇവിടെ കൊള്ളായിട്ടുണ്ട് അത്ര പറയുന്നു. നീ കേട്ടു ചെപ്പിന് ഓടുന്നതാ കടക്കൊള്ളായിട്ടുണ്ടെന്ന് പറഞ്ഞു. കേറിപ്പോന്നായ അല്ലെ കാട്ടുപത്രം ശരി. കാട്ടുപോത്തിനൊക്കെ ഭയങ്കര അരറേരാണ് അള്ളൂക്കി കൊണ്ട് വെട്ടി വയ്ക്കുമ്പോഴേ കാട്ടുപോത്തിന്. നീ അകത്താ അവർക്ക് ഇഷ്ടമല്ല ഇറച്ചി വയ്ക്കാൻ വീട്. വീടിനകത്ത് ചേർന്ന
മഴ പെയ്ത് കിടക്കുന്നുണ്ട്. ഈ പാറയൊക്കെ നല്ല സ്ലിപ്പറിയാണ്. അപ്പോൾ ഞങ്ങൾ ആ അരുവിയുടെ സൈഡിലോട്ടൊക്കെ ഇറങ്ങുന്ന വഴിക്ക് ഞങ്ങളെല്ലാവരും ഒരു 2-3 വട്ടം വീണിട്ടുണ്ടായിരുന്നു.